അതിലേക്ക് വേണ്ടി 250 ഗ്രാം ഞവരരി എടുത്തിട്ടുണ്ട്. നല്ല കഴുകി തോർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് തോർത്തിൽ. പിന്നെ വേണ്ടത് 1/2 കപ്പ് എള്ള്, കറുത്ത എള്ളാണ്. അതും കഴുകി നല്ലോണം തോർത്തി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 1/4 കപ്പ് മുതിര, 1/4 കപ്പ് ആശാളി, 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ ജീരകം, 1/4 കപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അയമോദകം. ഇനി വേണ്ടത് ചെറുപയർ എടുത്തിട്ടുണ്ട്, അത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ബദാം എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതാണ് മെയിൻ സാധനം, കൊട്ടത്തേങ്ങയാണ്. നല്ല ഉണങ്ങി, കണ്ടില്ലേ, നല്ല വെള്ളമെല്ലാം വറ്റി നല്ല ഉണങ്ങി കൊപ്ര പോലെ ആയതാണ്. ഇത് നല്ലവണ്ണം നമുക്ക് ഇതിൻ്റെ തോടൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി വേണ്ടത് കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ, അതിന് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ശർക്കര ആകിലെ എടുക്കാതിരിക്കുക, കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് കരുത്ത് കിട്ടാൻ, നല്ല കുതിരകൾക്ക് വരെ ഇതാണ് കൊടുക്കുന്നത്, കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തിനും. അപ്പോൾ ഇതും ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ തേങ്ങയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വയ്ക്കാം. ഇനി കരിപ്പട്ടി ഉരുക്കിയെടുത്തിട്ട് വരാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 250 ഗ്രാം കപ്പിൻ്റെ 1 കപ്പ്. ഇപ്പോൾ കരിപ്പട്ടി ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് എല്ലാം ഓരോന്നായിട്ട് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ച് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഞവരരി വറുത്തെടുക്കാം. ഇതേപോലെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം എപ്പോഴും വറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അരിയെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടാനുണ്ട്. ഇപ്പോൾ അരി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്ത് എള്ളിട്ട് കൊടുക്കാം. എള്ളും എല്ലാം ഒന്ന് മൂത്ത് പൊട്ടി കിട്ടണം, കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്ത മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റാം. കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ. ഇനി അടുത്ത് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പയർ റെഡി ആയിട്ടുണ്ട്. അതും കോരി മാറ്റാം. ഇനി ആശാളി വറുത്തെടുക്കാം. അപ്പോൾ ഇതും വറുത്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പെട്ടെന്ന് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോയി. കാരണം ചൂട് ചട്ടിയാണ്, ഇരുമ്പ് ചട്ടി കാരണം. ഇരുമ്പ് ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും.
ഇപ്പോൾ ഉലുവെല്ലാം പൊട്ടി കിട്ടിയിട്ടുണ്ട്, അതും കോരി മാറ്റാം. ഇനി അയമോദകവും ജീരകവും കൂടെ ഒരുമിച്ചിട്ട് വറുക്കുകയാണേ. ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത്രയും മതിയാവും. അത് പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ബദാമാണ്. ഇത്രയും ബദാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ബദാമ് മൂത്തിട്ടിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതും കോരി മാറ്റാം. അപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഒരൊട്ട് ഈർപ്പം പാടില്ല. ഏത് പാത്രമായാലും ശരി തന്നെ, ഈർപ്പം ഇല്ലാത്ത പാത്രം നോക്കിയാണ് എടുക്കേണ്ടത്. ഒതിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ 3/4 മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ. തേങ്ങ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കാരണം പച്ച തേങ്ങ അല്ലാത്തത് കാരണം കൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പം നമുക്ക് ലൈറ്റായിട്ടൊന്ന് ചുവന്ന് കിട്ടിയാൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കാരണം ഉണക്കത്തേങ്ങയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കെട്ടുപോകില്ല. നീ പൊടിച്ചു വെച്ചിട്ടുള്ളത് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങയില്ലേ, അതിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പട്ടിയില്ലേ, അത് കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. ഞാൻ 300 ഗ്രാം കരിപ്പട്ടിയാണ് ഉരുക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് കരിപ്പട്ടി എടുക്കാം. കരിപ്പട്ടി ആയാലും ശർക്കര ആയാലും ഏതായാലും മതിയാവും. എല്ലാ സ്ഥലത്തും കരിപ്പട്ടി കിട്ടില്ല, അതാണ് കാരണം. കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത്. പ്രസവരക്ഷയ്ക്കായ എല്ലാത്തിനും നല്ലത് കരിപ്പട്ടിയാണ്. ഇനി കൈ കൊണ്ട് കുഴച്ചെടുക്കാം. എനിക്ക് ഇത്രയും കരിപ്പട്ടി നല്ല മധുരമുണ്ട്. ഇപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്താൽ മതിയാവും. നമുക്ക് ഒരു മാസം വരെയും വെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുട്ടികളുള്ള വീടുകളിൽ ഇത് കാണില്ല, അത് പെട്ടെന്ന് തീർന്നു പോകും. ഇതേപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി കർക്കിടക മരുന്നുണ്ടയാണ്. അതിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ശരീര സൗന്ദര്യം വീഴാനും, നടുവേദന മാറാനും, എല്ലുബലം കൂടാനും, രക്തക്കുറവ് മാറിക്കിട്ടാനും, മുടി വളർച്ചയ്ക്കും, ഉദരരോഗം, പാദരോഗത്തിനും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി മരുന്നാണ്. ത്വക്ക് രോഗം മാറിക്കിട്ടും. വൈറ്റമിൻസും കാൽസ്യമോ പ്രോട്ടീനും അയണും എല്ലാം അടങ്ങിയ ഒരു അടിപൊളി മരുന്നുണ്ടാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ.
അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലിട്ട് പോയാലോ.